നമ്മൾ ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു വലിയ ബൗളെടുത്ത് വെക്കാം. അതിനായിട്ട് നമ്മളുടെ ചോക്ലേറ്റും ബട്ടറും കൊണ്ടുള്ള മിക്സ്ചർ ഇട്ട് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ ഒരു ചോക്ലേറ്റ് ചിപ്സ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ബട്ടറിനോട് മെൽറ്റ് ചെയ്തിട്ട് ഇട്ടത് ചോക്ലേറ്റിന്. ഇത് ഒരു 5 ടേബിൾ സ്പൂൺ ബട്ടർ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 94 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് രണ്ടും കൂടെ മെൽറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 2 ഫുൾ മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മുട്ടേൻ്റെ മഞ്ഞ മാത്രം മതി കേട്ടോ. ടോട്ടൽ 3 മുട്ടയാണ്. ഒരു മുട്ടേൻ്റെ മഞ്ഞ മാത്രം നമ്മൾ എടുക്കുള്ളൂ, ബാക്കി 2 ഫുൾ മുട്ട. ഇതിലേക്ക് നമുക്ക് ഒരു 1/3 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാര കേട്ടോ. അത് നല്ലോണം ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അര കപ്പ് മൈദപ്പൊടി ഒരരിപ്പേ കൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. മുക്കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. മുക്കാൽ കപ്പ് കൊക്കോ പൗഡറും അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് അരിച്ചെടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഓക്കെ, അപ്പോൾ ഇനി ഇതൊക്കെ കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് പാനാണ് എടുത്തേക്കുന്നത്. സർക്കിളിലാണ് എൻ്റെ ബേക്കിംഗ് പാൻ. എൻ്റെ സ്ക്വയർ ബേക്കിംഗ് പാൻ എൻ്റെ അടുത്ത് ഇല്ല. സോ നമ്മൾ സർക്കിളിൽ ഉണ്ടാക്കുന്ന 8 ഇഞ്ചിൻ്റെ പാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും. പുറത്തോട്ടൊന്നും ചാടിപ്പോകാൻ ഒരു സാധ്യതയില്ല. ബിക്കോസ് ഐ ഹാവ് മെയ്ഡ് ദിസ് റെസിപ്പി 4 times. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു ബേക്കിംഗ് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ വെള്ള കളർ. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രൗണീൻ്റെ ബാറ്റർ ഫുള്ളായിട്ട് നമ്മൾ കേക്ക് ടിന്നിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കാൻ ഒന്നുകിൽ നിങ്ങൾക്ക് ഓവൻ യൂസ് ചെയ്യുക, എയർ ഫ്രയർ യൂസ് ചെയ്യുക, അല്ല എന്താ തട്ടില്ല മറ്റേ എന്താ പറയുക ചട്ടീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വരെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എയർ ഫ്രയറിൻ്റെ ഉള്ളിലാണ് കേട്ടോ. എയർ ഫ്രയറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കേക്കിൻ്റെ സെറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ കേക്കിൻ്റെ സെറ്റിങ്ങിൽ വെച്ചിട്ട് ഒരു 180 ഡിഗ്രി സെൽഷ്യസ് ഒരു 20 മിനിറ്റ്സോളം ബേക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമ്മളുടെ എയർ ഫ്രയർ ഒരു 5 മിനിറ്റ്സത്തേക്ക് പ്രീ ഹീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ്സ് വെച്ചാൽ തന്നെ നല്ലോണം കുക്കാവും. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ചട്ടിയിലാണ് വെക്കാൻ പോകുന്നെങ്കിൽ ചട്ടിയിൽ ഒരു നല്ല അടികട്ടിയുള്ള ചട്ടി എടുക്കുക. അതിനകത്ത് ഒരു സ്റ്റീലിൻ്റെ പാൻ വെള്ളം വെക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഈ ബേക്കിംഗ് പാൻ എടുത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്താണ് ഒരു 20 മിനിറ്റ്സോളം ബേക്ക് ചെയ്തെടുക്കാം. സെയിം ആസ് ദാറ്റ്. പിന്നെ നമ്മളുടെ ചട്ടിയും നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യേണ്ടതാണ് ഇത് വെക്കുന്നതിന് മുമ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ എയർ ഫ്രയർ കൂക്കി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സമയത്ത് വെക്കാം.
ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രൗണി നല്ലോണം കുക്കായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, ഞാൻ മിൽക്ക് ചോക്ലേറ്റ് ഒരു 5 പീസ് എടുത്തിട്ട് അവിടെയും എവിടെയൊക്കെ ആയിട്ട് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ വീഡിയോയിൽ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ക്രിങ്ക്ലി ടോപ്പായിട്ടുള്ള ബ്രൗണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചൂടാക്കിയിട്ട് ഇത് മുറിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ബ്രൗണി 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എയർ ഫ്രയറിൽ നിന്ന് എടുത്ത് എന്നിട്ട് ഒരു മണിക്കൂറോളം ചൂടാറാൻ വേണ്ടി വെച്ചിട്ടോ. എന്നിട്ട് നമ്മൾ മുറിച്ചെടുത്തു. അപ്പോൾ നല്ല ക്രിങ്ക്ലി ടോപ്പായിട്ടുള്ള ബ്രൗണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ്. അപ്പുറത്ത് കാണാം. ഇൻഷാല്ലാ.